ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ജൂലൈ മാസം 19-ാം തീയതി 3-ാം ഞായറാഴ്ച കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ആയുസ്സിൽ നൽകിയ അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയത്രേ ചെയ്യുക. നമുക്ക് ഇന്ന് ഒരുമിച്ചുള്ള അല്പസമയത്തെ വചനധ്യാനത്തിൻ്റെ വേദഭാഗം നാം ഏവൻഗേലിയനായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. Gospel according Saint Matthew chapter 13 verses 16 to 23. നമ്മൾ ഏവൻഗേലിയനായി വായിച്ചു കേട്ടുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് വായിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനമായി ഞങ്ങളുടെ ജീവിത ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ തിരിച്ചറിയുവാൻ, അവിടുത്തെ രുചിച്ചറിയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവൻ നയിപ്പാൻ അവിടെ ഞങ്ങളെ വിളിച്ചാക്കുന്നല്ലോ. അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷവും ക്രമീകരിപ്പാൻ, ശുദ്ധീകരിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുത്തെ വചനം മുമ്പാകെ ഞങ്ങൾ താണിരിക്കുമ്പോൾ വ്യക്തമായി ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും കർത്താവെ ശബ്ദവും കേൾപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. ഇന്ന് സഭയായി ഒരുമിച്ച് ധ്യാനിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് ത്രൂ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ദൈവശാസ്ത്ര അഭ്യസനത്തിലൂടെയുള്ള സഭയുടെ ആത്മീക വർധനവ് എന്ന് നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നാം വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്, അല്ലേ? എന്നാൽ നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഏറെ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട വേദപുസ്തകം അതെങ്ങനെയാണ് ഇത് രണ്ടിനോട് പൊരുത്തപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരുക? കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, ഒരു ഏകദേശം പറഞ്ഞാൽ 2000-ഓളം വർഷം മുമ്പ്, ആ ഒരു കാലഘട്ടം, അതിന് ചുരുങ്ങിയൊക്കെ വരും, ആ കാലഘട്ടത്തിനോട് ചേർന്ന് എഴുതപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സാന്നിധ്യം, ആ ഒരു പശ്ചാത്തലവും അതിൻ്റെ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട്. എന്നാൽ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതായ എഴുതപ്പെട്ട വചനം ഇന്ന് 2026 വർഷത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രമാണ് അതിന് സാങ്കത്യമുണ്ടാകുക, എത്രമാത്രമാണ് അതിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മളോട് പറയുകയാണെങ്കിൽ, ദൈവം വചനം നമ്മോട് പറയുകയാണ്, കാലികമായി ദൈവവചനം പഠിക്കുകയും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ദൈവവചനത്തെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഇന്നും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, ഉള്ളതാണ് ദൈവവചനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായിത്തീരുക. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിനനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സാധനം, ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങിച്ചാൽ നമുക്കൊരു മാനുവൽ കിട്ടും, അല്ലേ? എങ്ങനെയാണ് അത് കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നതായ ചിലൊരു ബുക്ക്ലെറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു പേപ്പറാകാം നമുക്ക് ലഭിക്കും. നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ ഈ സാധനം നമ്മൾ വാങ്ങിച്ചതെന്തോ അതിനെ മുന്നോട്ട് പോകാം. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള മാനുവൽ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. അത് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ദൈവവചനാനുസരണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന നമ്മുടെ യാത്രയിൽ ക്രൈസ്തവ ജീവിതത്തിൽ ഈ മാനുവൽ കറക്റ്റ് അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് എന്നാ പറ്റും, അത് ചില ട്രബിൾസ്
ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിനനുസരിച്ച്, വേർഡ് ഓഫ് ഗോഡിനനുസരിച്ച് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ ആ വേർഡ് ഓഫ് ഗോഡിൽ ഫോക്കസ് ചെയ്ത് ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹീതമായി ജീവിതത്തെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുക. ചുരുക്കി ഒരു തരത്തിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ ഈ ലോക ജീവിതവും അല്ലെങ്കിൽ നിത്യതയും തുടർന്നുള്ള എല്ലാ അനുഭവങ്ങളെക്കുറിച്ചും വിശുദ്ധമായി പലതരത്തിൽ നമ്മളെ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന, എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നൊരു പുസ്തകം കൂടിയാണ് വേദപുസ്തകം. നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഈ വേദപുസ്തകം പഠിക്കേണ്ടതിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? വേദപുസ്തകം എന്ത് ചെയ്യാറുണ്ട്? വായിക്കാറുണ്ട്, അല്ലേ? നമ്മളെല്ലാം കൂടുന്ന സമയത്ത് വേദപുസ്തകം വായിക്കാറുണ്ട്. എന്നാൽ ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഈ വേദപുസ്തകം ചോദിക്കുന്നത്, ഈ വായിക്കുന്നത് പലപ്പോഴും നമ്മൾ ഗ്രഹിക്കാറുണ്ടോ? വേദപുസ്തകം ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് തൻ്റെ മകനെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലേ? വേദപുസ്തകം ഉള്ളതാണല്ലോ, ഉള്ള വാക്യമാണല്ലോ, അല്ലേ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ വേദപുസ്തകത്തെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യം, വേദപുസ്തകത്തെ അതിൻ്റെ അർത്ഥതലത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യം. അപ്പോൾ അപ്രകാരം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വേദപുസ്തകം അല്ലെങ്കിൽ ദൈവവചനം നമ്മളെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾക്കിന്ന് ധ്യാനിപ്പാനാണ് സഭ പ്രത്യേകമായി ആഗ്രഹിച്ച് ഇപ്രകാരം ഒരു ഭാഗം തിരഞ്ഞെടുത്തിരിക്കുക. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം നമുക്കൊരു തരത്തിൽ നമുക്കൊത്തിരി പരിചിതമുള്ള വേദപുസ്തകത്തിലെ യേശു കർത്താവ് പറഞ്ഞ ഉപമകളുടെ തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. ഏത് വിതയ്ക്കുന്നവൻ്റെ ഉപമ, അല്ലേ? അത് 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അത് പറയുന്നുണ്ട്. വിത്ത് വിതയ്ക്കുന്നവൻ പോയി വിത്ത് വിതച്ചു. വിതയ്ക്കുന്ന കൂട്ടത്തിൽ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. അപ്പോൾ ഈ ഉപമ പറഞ്ഞതിന് ശേഷം യേശു കർത്താവും ശിഷ്യന്മാരും മാത്രം ആയിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ യേശു കർത്താവിനൊരു ചോദ്യം ചോദിച്ചു. കർത്താവേ, നീ ഒരു ഉപമ പറഞ്ഞു, നല്ല കഥയായിരുന്നു, അല്ലേ? നമുക്കിഷ്ടമാണല്ലോ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ സാറിന് പറയാം, കൂടെ ഈ പുട്ടിന് പീര പോലെ എന്ത് കേൾക്കുന്നു, കൂടെ ചെറിയ കഥകൾ വന്നാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പം ഞങ്ങൾ ഇത് പഠിക്കുന്ന സമയത്തും ഞങ്ങളോട് പറയും ഇടയ്ക്കിടയ്ക്ക് കഥ, കാരണം ഈ ഉറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഥ കേൾക്കാനെങ്കിലും കണ്ണു വീഴിച്ച്, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കഥ കൊടുക്കും, നല്ലതാണ്. അപ്പോൾ നീ കഥ ഇങ്ങനെ കൂടെ പറയാറുണ്ട്. ഈ കഥയിലൂടെ നീ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ യേശു കർത്താവ് പറഞ്ഞതാണ്, ഇത് ഒരു സ്റ്റോറിയല്ല, ഇതൊരു പാരബിളല്ല, മറിച്ച് ഈ പാരബിളിലൂടെ വലിയതായ സത്യം കർത്താവ് പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വലിയതെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന യേശു അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും. നമുക്ക് വായിച്ച് തുടങ്ങുന്ന നല്ല രസമുള്ള വാക്കാണ് 16-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങിയ വേദഭാഗം. നമുക്ക് ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത് ചേർന്നുകൊണ്ട് നമുക്ക് ഒരു ചെറു ചിന്തകൾ ധ്യാനിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായി ഞാൻ പറയാനായിട്ട് ശ്രമിക്കുക, നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ ദൈവവചനം പഠിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ആത്മീകമായ വിവേചനവും വെളിപ്പാടും പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിൽ പഠിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുക റിസീവിങ് സ്പിരിച്വൽ ഡിസൈൻമെൻറ്റ് ആൻഡ് റെവലേഷൻ ത്രൂ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വേദപുസ്തകം വായിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ഇൻസൈറ്റാണ് ലഭിക്കുക? ഇവിടെ പറയുന്നുണ്ട്, പലരും കാണുവാൻ ആഗ്രഹിച്ചിട്ടും കാണാത്തതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുക. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് യേശു കർത്താവിന് വേണ്ടി ഒത്തിരി നിന്ന ഒരു മനുഷ്യനാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കറിയാം. ഒന്നാമതായി അവൻ്റെ പേര് ശൗൽ എന്ന രീതിയിൽ നമുക്കറിയാം. ശൗൽ എന്നായൊരു മനുഷ്യൻ, ശൗലായി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് നടന്ന ഒരു ഭയങ്കര പരീശനായൊരു മനുഷ്യൻ. രണ്ടാമത്തെ ഭാഗത്ത് അവനെക്കുറിച്ച് പറയുന്നവൻ പൗലോസായിട്ടാണ്. പൗലോസായി യേശു ക്രിസ്തുവിന് വേണ്ടി ഒത്തിരി ഉപദ്രവം ഏറ്റൊരു മനുഷ്യൻ. ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ശൗലിനെ പൗലോസായി മാറുന്ന ഇടയ്ക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ആ ട്രാൻസ്ഫോർമേഷനാണ് അവൻ ചുറ്റുപാടും അവൻ ശൗലായിരുന്നപ്പോൾ കണ്ടത്. അവന് ഒരിക്കലും ചേർന്ന് നിൽക്കാൻ പറ്റാത്തവരാണ് ക്രിസ്ത്യാനികൾ, ക്രിസ്തു എങ്കിൽ
അവൻ യഥാർത്ഥമായി ക്രിസ്തുവിനെ അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവൻ പറയുകയാണ്, ക്രിസ്തുവിനെ മാറ്റിവെക്കാനല്ല, മറിച്ച് അവൻ എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ ദൈവമാണ്. ഒരാൾ തന്നെയാണ്, പക്ഷേ അവൻ യേശുവിനെ കണ്ടത് രണ്ട് തരത്തിൽ കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിനെ, അല്ലെങ്കിൽ അത് വ്യത്യസ്തമായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ തിരിച്ചറിയുവാൻ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഗ്രഹിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകുന്നിടത്താണ് കർത്താവിൻ്റെ കൃപയോട് ചെന്ന് നിൽപ്പാൻ തക്കവണ്ണം ഇടയാകാം. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? അല്ലെങ്കിൽ നമ്മൾ പല കാര്യത്തോടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. നമ്മൾ എന്തിൻ്റെ ബേസിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? എന്താണ് നമ്മൾ റെസ്പോണ്ടിൻ്റെ ബേസ്? എന്താണ്? വാട്ട് ഈസ് ദ ബേസ് ഓഫ് അവർ റെസ്പോൺസ്? ഒറ്റൊന്നേ ഉള്ളൂ, ഞാൻ. ഈ ബേസിൽ നിന്നുള്ള എന്ത് ചെയ്യുക? അതായത് ഞാൻ എൻ്റെ സെൽഫിനെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നനുസരിച്ച് നാം എന്ത് ചെയ്യുക? റെസ്പോൺസ് ചെയ്യുക, അല്ലേ? എന്നാൽ പറയുന്നുണ്ട്, നാം ദൈവവചനം യഥാർത്ഥമായി ഗ്രഹിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ദൈവവചനം നമ്മൾ പഠിക്കുകയാണ്. ഞാൻ എന്ന അനുഭവത്തോടൊപ്പം തന്നെ ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താ എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ ഇടയാകുന്നിടത്താണ് നമുക്ക് അനുഗ്രഹീതമായി നമ്മുടെ ജീവിതത്തെ ആയിത്തീരുവാൻ തക്കോണമിടയാക്കുക. അതായത് നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുവാൻ, അതിനെ വിവേചിപ്പാൻ, അതിനെ ഡിസൈൻമെൻറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാക്കുന്നിടത്താണ് ദൈവത്തിന് അനുരൂപമായി ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയെത്തിയത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു കഥ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു കഥ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മലയാള മനോരമയിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന പന്തി നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ളതാണ്. ആ പന്തിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു കഥയാണ്. ആ കഥ പറയുന്നത് ഒരു കൊല്ലപ്പണിക്കാരൻ്റെ കഥയാണ്. ആ കൊല്ലപ്പണിക്കാരൻ അവൻ്റെ ജോലി ചെയ്യും. അവൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇരുമ്പ്, അയൺ കൊണ്ടുവന്ന് അതിനെ അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രീതിയിൽ പുതിയ ആയുധങ്ങളായി മാറ്റുക എന്നുള്ള അവൻ്റെ ജോലി. അപ്പോൾ അവൻ്റെ ഒരു വലിയ പ്രത്യേകതയായി ആ കഥയിൽ പറയുന്ന ഇതാണ്, ടി.ജെ. ജോഷുവ എന്ന അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്. അവിടെ പറയുകയാണ്, ആ മനുഷ്യൻ ഒരു ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ ലൈഫ് പിന്തുടരുന്നൊരു മനുഷ്യനാണ്. കൃത്യമായി എല്ലാ ദിവസവും അവൻ രാവിലെയും വൈകിട്ടും ദൈവസന്നിധിയിൽ കുടുംബമായി സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ അവൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്ന സമയത്താണ് അവൻ്റെ ഭാര്യയ്ക്ക്, വൈഫിന് ഒരു അസുഖം ഉണ്ടായി. അപ്പോൾ അസുഖം ഉണ്ടായി, പ്രയാസമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പല വൈദ്യന്മാർ ഡോക്ടേഴ്സിനെയും കാണിച്ചു. എന്നാൽ ഈ അസുഖം എന്തെന്ന് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും ഇവളുടെ ഈ മനുഷ്യൻ്റെ ഭാര്യയുടെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാരണം ഹോസ്പിറ്റലിൽ പോകണം, മറ്റു കാര്യങ്ങൾ കാരണമൊക്കെ ഇവന് പലപ്പോഴും കൃത്യമായി ജോലി ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി സാമ്പത്തികമായ പ്രതിസന്ധി ഇവൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവൻ്റെ കൂട്ടുകാർ, ഒരു മനുഷ്യൻ ഇവൻ്റെ അടുത്ത് വന്നു, ഇതിൻ്റെ ഭാര്യയെ കാണണം, ഇവന് സംസാരിക്കണം. അന്ന് വന്നു, ഭാര്യയെ കണ്ടിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ മനുഷ്യൻ ഒരു ചോദ്യം ഈ കൊല്ലപ്പണിക്കാരനോട് ചോദിച്ചു. നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യനാണ്, അല്ലേ? ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവനാണ്. നീ പറഞ്ഞാൽ ഞങ്ങളെക്കാളും ഒത്തിരി ആത്മീയ ജീവൻ നയിക്കുന്ന, പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിൻ്റെ ഭാര്യയ്ക്ക് ഒരു രോഗം, അതെന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് കാരണം നീ സാമ്പത്തികമായി ഏറെ ഞെരുങ്ങുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിൽ വല്ലാത്തൊരു ചുറ്റുപാടിൽ ജീവിത അനുഭവത്തിൽ നീ കടന്നു പോകുന്നു, അല്ലേ? എന്തുകൊണ്ടാണ്? നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? അതോ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടാണോ? അതോ നീ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ ഇല്ലാഞ്ഞിട്ടാണോ? ഈ മനുഷ്യൻ അല്പസമയം ശാന്തമായിട്ടിരുന്നിട്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവൻ ജോലി ചെയ്യുന്ന അവൻ്റെ ആല. അവിടെ കൊണ്ടുപോയിട്ട് അവനെ കാണിച്ചു, എൻ്റെ ജോലി ഇതാണ്, ഞാനൊരു ഇപ്രകാരം പച്ചിരുമ്പിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവനാണ്. ഞാൻ പോയി മാർക്കറ്റിൽ പോയി അയൺ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്താണോ പണിയാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ ഈ ഇരുമ്പ് വെട്ടിയെടുക്കും. ആ വെട്ടിയെടുത്ത് അതിനെ ചൂടാക്കി ഞാൻ അതിനെ പരുവപ്പെടുത്തും. എന്നിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കും. ഞാൻ വീണ്ടും നോക്കും, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രോസസ്സ് വീണ്ടും തുടരും. ഞാൻ വീണ്ടും അതിനെ ഫർണസിൽ വെക്കും, ചൂടാക്കും. ഞാൻ വീണ്ടും അതിനെ അടിച്ചു പരത്തും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ടിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇതിൻ്റെ ഈ ആയുധം എനിക്ക് ലഭിച്ചില്ല എങ്കിൽ. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ
ഞാൻ വർക്ക് ചെയ്യുന്നത് റോ അയണിലാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം കുറേ നേരം കഴിയുമ്പോൾ ഈ പച്ചിരുമ്പ് ഒത്തിരി അതിനെ ചൂടാക്കുകയും അടിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് പൊട്ടൽ വരും, വിള്ളലുണ്ടാകും. നമുക്കറിയാം, നാട്ടിൽ നിന്ന് നമുക്ക് വിള്ളൽ വന്ന ആയുധം പച്ചിരുമ്പോൾ നമുക്ക് ഒന്നിനും അത് കൊള്ളത്തിൽ എടുത്ത് കളയാനേ ഉള്ളൂ. അത് വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റാത്തതായി മാറും. എന്നിട്ട് ഈ മനുഷ്യൻ ഇവനെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിന് കുറേ സാധനം ഈ ഇരുമ്പ് കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പണി ചെയ്തപ്പോൾ പൊട്ടൽ വന്ന ചിന്നൽ വന്ന ആയുധങ്ങളാണ്. ഇതിനി എന്ത് ചെയ്യാൻ കൊള്ളത്തില്ല, റീയൂസിന്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, നീ എത്രമാത്രം വേണമെങ്കിൽ നീ എന്നെ ചൂടാക്കിക്കോ, എത്രമാത്രം വേണമെങ്കിൽ നീ എന്നെ അടിച്ചു പരത്തിക്കോ, നിന്റെ ഇഷ്ടം വരുന്നത് പോലെ, നിന്റെ ആഗ്രഹം പോലെ എന്നെ നീ ആക്കിക്കോ. പക്ഷെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, നിനക്ക് ഉപയോഗം ഉള്ളവനായി മാത്രമേ എന്നെ മാറ്റാവൂ. ഈ പൊട്ടിപ്പോകുന്ന ഇരുമ്പ് പോലെ ഒട്ടും ഉപയോഗമില്ലാത്ത, യൂസ് അല്ലാത്ത ഒന്നായി എന്നെ പുറത്ത് എറിഞ്ഞു കളയുവാൻ, പുറത്തേക്ക് മാറ്റിക്കളയുവാൻ ഒരിക്കലും ഇടവരുത്തരുതേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവവചനം ആഴമായി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുകയും അതിനോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പറയുക, നിങ്ങൾ കണ്ടിട്ടും നിങ്ങളുടെ കണ്ണ് കണ്ടതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളത്, നിങ്ങളുടെ ചെവി കേട്ടതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവ. ആ ഒരു വലിയ ഭാഗ്യ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയാക്കുക. രണ്ടാമതായി തപ്പോട്ട് വായിക്കുന്ന സമയത്ത് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് വേരൂന്നേണ്ടുന്ന വചനം, ഡീപ്പിംഗ് ദ റൂട്ട്സ് ഓഫ് ദ ടു അവർ ഹാർട്ട്സ്. നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് എന്ത് ചെയ്യണം, ആഴ്ന്നിറങ്ങേണ്ട ദൈവത്തിൻ്റെ വചനം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, നാം വചനം ധ്യാനിക്കുന്നവരും പഠിക്കുന്നവരാണല്ലേ. എവിടം വരെ ദൈവവചനത്തോടൊപ്പം നിൽക്കും? നാം എവിടം വരെ, ഏത് ഇൻസ്റ്റൻറ്റ് വരെ നാം ദൈവവചനം ധ്യാനിക്കുകയും ഇതൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും? ഏത് ഇൻസ്റ്റൻറ്റ് വരെ? യേശു കർത്താവിൻ്റെ യേശു 12 ശിഷ്യന്മാരുണ്ടല്ലേ. 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് പത്രോസ് അല്ലേ. യേശുവിൻ്റെ ഏറ്റവും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടുതൽ ഇന്നർ സർക്കിൾ എന്നറിയപ്പെടുന്ന 3 ശിഷ്യന്മാരിൽ ഒരുവരാണ് പത്രോസ്. പറഞ്ഞാൽ പത്രോസിനെയാണ് ഏറ്റവും വലിയ കണ്ടത്. യേശുവിന് വേണ്ടി വളരെ ഭയങ്കര സെലസായിട്ട് നിന്ന മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യൻ നോക്കിക്കേ, ആ മനുഷ്യനാണ് യേശുവിന് 3 വട്ടം. കാരണം എന്താ? എന്തുകൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞത്? അത് നമ്മൾ പറയും, ദൈവം നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, നീ 3 വട്ടം. അതുകൊണ്ടാണോ? അവനോട് മുന്നറിയിപ്പ് കൊടുത്തു, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, നീ കുറച്ചുകൂടെ. പക്ഷെ അവനെന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞേ? ഒരു 3 ചോദ്യം അവനോട് ചോദിച്ചു. ഒന്ന്, നീയും അവനോട് കൂടെ. ഈ ചോദ്യം പറയാം എന്താ, ഇതിനോട് യെസ് എന്ന് പറഞ്ഞ എന്താ പ്രശ്നം? അവനറിയാം ഇവൻ യേശുവിനെ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും. ഇനി ഞാനും അവൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ എന്നെ പിടിച്ച് എന്ത് ചെയ്യും, കൊല്ലും അല്ലേ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നാം എല്ലാം ചേർത്ത് പിടിക്കും. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം? എൻ്റെ ജീവൻ വെച്ചൊരു കളിക്ക് ഇല്ലല്ലേ. പക്ഷെ നോക്കിക്കേ, നമ്മുടെ അരുമനാഥൻ അവൻ്റെ ജീവനാണ് നമുക്കോരോരുത്തർക്കും വേണ്ടി വച്ചു തന്നത്. അവിടെ നമ്മുടെ ജീവൻ്റെ കാര്യം വരുമ്പോൾ നാം എന്ത് ചെയ്യും? എല്ലാം ശരിയാ, യേശു എല്ലാം ശരിയാ അല്ലേ, അതങ്ങ് പള്ളിയിൽ പോയി. അപ്പോൾ നാം നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് പറയുക, ഈ ജീവിതത്തിൽ നശിപ്പിപ്പാൻ ഈ ലോകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്ന ജീവനേക്കാൾ നിങ്ങൾ പ്രത്യാശ വെക്കേണ്ടത് ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യജീവനിലാണ്. ഈ നിത്യജീവനിൽ പ്രത്യാശ വയ്ക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ മുൻപിലും നമുക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. പ്രിയപ്പെട്ട ദൈവജനമേ, അത് നമുക്ക് ലഭ്യമായി തീരുന്നത് ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആഴമായി ഇറങ്ങുമ്പോഴാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്. ചിലപ്പോഴൊക്കെ ഞാൻ മെഡിക്കൽ പള്ളി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർത്ത് പലപ്പോഴും എനിക്ക്, ആ മനുഷ്യൻ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് മരിച്ചുപോയി. ആ മനുഷ്യൻ പറഞ്ഞാണ്, 7 സഹോദരങ്ങളാണ് ഉള്ളത്. ഒരു സഹോദരങ്ങൾ പോലും വീട്ടിൽ കയറത്തില്ല.
കാരണം ഈ മനുഷ്യനാണ് മൂത്തത്. അപ്പോൾ അവിടെ സ്വത്ത് ഭാഗം വെച്ച കൂട്ടത്തിൽ ഒരു ഭാഗം വെച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നമായി, കേസാണ്. ഈ മനുഷ്യനാണ് കേസ് കൊടുത്തത്. ഈ മൂത്ത ആളാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തു. വർഷങ്ങൾ നമുക്ക് ഇന്ത്യയുടെ ഇതറിയാം, വർഷങ്ങളോളം കേസ് പറഞ്ഞു. ഓരോ വർഷം കഴിയുന്തോറും സഹോദരങ്ങൾ തമ്മിലുള്ള അകലം കൂടി വന്നു. ഈ മനുഷ്യൻ കേസ് ജയിച്ചു. എല്ലാം ഈ സ്വത്ത് ഈ മനുഷ്യനാണ് ഏറെ കിട്ടിയത്. ഈ മനുഷ്യനെ കാണാൻ പോയ സമയത്ത് ഈ മനുഷ്യന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതിജീവിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോയി. 70-79 വയസ്സുണ്ട് ഇപ്പോൾ പ്രായം. ഞാൻ പോകുന്ന സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞാണ്, അച്ഛാ എനിക്ക് 7 സഹോദരങ്ങളുണ്ടായിരുന്നു, ഇതെല്ലാം ചരിത്രമെല്ലാം പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, അച്ഛാ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, അച്ഛാ ഇതൊക്കെ എന്തിന്? ആ സമയത്ത് എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, എനിക്കൊന്ന് തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ ചെറുതാകാൻ എനിക്ക് ആ സമയത്ത് എന്നെ ഒരിക്കലും എൻ്റെ ഉള്ളിൽ സമ്മതിച്ചിരുന്നില്ല. ഒരു സമയത്ത് സാരമില്ല മക്കളെ പോട്ടെന്ന് പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെല്ലാം എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ആ സമയത്ത് എനിക്ക് ഈ ചിന്ത വന്നപ്പോൾ ഞാൻ എല്ലാം ചെയ്തു. പക്ഷേ ഇന്ന് എൻ്റെ ആരോഗ്യം നശിച്ചു. കുഞ്ഞുങ്ങളെല്ലാം ദേശത്ത് അല്ലെങ്കിൽ പലയിടത്താണ്. പക്ഷേ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു മനുഷ്യൻ കൂടില്ല. വല്ലാത്ത സിറ്റുവേഷനിലാണ്. ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ സഹോദരങ്ങൾ ചുറ്റുമുണ്ട്, എന്നാൽ ഒരുത്തനോട് പോലും എനിക്കൊരു സഹായം ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതൊക്കെ എന്തിനായിരുന്നു? പലപ്പോഴും ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവവചനം നമ്മുടെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ ഞാനോ കുറയണം, എൻ്റെ യേശു കർത്താവ് വളരണമെന്ന് പറയുവാൻ തക്കോണം നമുക്ക് ഇടയായിത്തീരും. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ അതിലേക്ക് വരുവാൻ നമ്മളെ ശക്തീകരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അത് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഇടയാകുന്നിടത്താണ് അനുഗ്രഹീതമായ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കണം ഇടയാ. ചെറിയൊരു ചിന്തയോട് പറഞ്ഞ് ഞാൻ വാക്ക് അവസാനിപ്പിക്കുക. എൻ്റെ അവസാന ഭാഗത്ത് ലൗകിക ചിന്തകളെ അതിജീവിച്ച് നമുക്ക് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറണം. ഓവർകമ്മിങ് ദ വേൾഡ്ലി ഡിസ്ട്രാക്ഷൻ ടു yield 100-fold. നമുക്ക് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരാത്തതിന് കാരണം എന്താണ്? നമ്മൾ ഈ വായിച്ച് കേൾക്കുന്ന സമയത്ത് യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വചനം, രണ്ടാമത്തെ കാര്യം, അതായത് മുള്ളിനിടയിൽ പാറസ്ഥലത്ത് വീണുപോയ വിത്തിനെ കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് വചനം കേട്ടും ഏറ്റവും സന്തോഷത്തോടെ നാം എന്തു ചെയ്യും? വചനത്തെ സ്വീകരിക്കും. പക്ഷേ ആ വചനം വളരും, വചനം അത് വളർന്നു വരും. പക്ഷേ അതിനൊരു പ്രശ്നം, അതിന് പാറസ്ഥലത്തായതുകൊണ്ട് ഡീപ്പിലേക്ക്, ആഴത്തിലേക്ക് വേരൂന്നുവാൻ പറ്റാതെ കൊണ്ട് എന്നാ പറ്റും? അത് വാടിപ്പോകും. നമ്മൾ പലപ്പോഴൊക്കെ ദൈവവചനം മുമ്പാകെ നമ്മളുടെ ജീവിതത്തെ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഹൃദയം ഉരുകാറുണ്ടല്ലേ? ദൈവവചനം കേൾക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അറിയാതെ നമ്മുടെ കണ്ണീര് വരും. ചില സമയത്തൊക്കെ അറിയാതെ നമ്മുടെ ഹൃദയം ഉരുകും. നമ്മൾ അത്രമാത്രം ദൈവവചനം മുമ്പാകും. പക്ഷേ ഈ ഒരു അനുഭവത്തിൽ നമുക്ക് നിൽപ്പാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല. നമുക്കൊരു ദൈവവുമായുള്ള ബന്ധത്തിലൊരു കൺസിസ്റ്റൻസി നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അത് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ് അതിന് ഉത്തരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചത് ഈ യാക്കോബും യോഹന്നാനും അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആവശ്യപ്പെടുന്നതാണ് അല്ലേ? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മകനിൽ ഒരുത്തനെ നിൻ്റെ വലത്തും ഒരുത്തൻ നിൻ്റെ ഇടത്തും ഇരിക്കണം. ഇതാണ് അമ്മയുടെയും അവരുടെ ആവശ്യം. പക്ഷേ ഇവിടെ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ തൊട്ട് മുൻപ് വരെ യേശു ശിഷ്യന്മാരോട് സംസാരിച്ച കാര്യം ഇതാണ്, ടോപ്പിക് ഇതാണ്: ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു, യെരുശലേമിൽ ഞാൻ പിടിക്കപ്പെടും, അവരെന്നെ ഉപദ്രവിക്കും, ക്രൂശിൽ തറയ്ക്കും, ഞാൻ മരിക്കും. ഇത് കൃത്യമായി അവരോട് പല പ്രാവശ്യമായി ശിഷ്യന്മാരോട് പറഞ്ഞപ്പോഴും അവരെവിടെ നിൽക്കുന്നത്? അവരിപ്പോഴും നിൽക്കുന്നത് യേശു കർത്താവ് രാജ്യത്വം പ്രാപിക്കും. ഹീ ബിക്കേം ദ കിങ്. അവൻ രാജാവാകുമ്പോൾ അവൻ്റെ അവൻ്റെ ഏറ്റവും അടുത്ത് പറഞ്ഞാൽ ഏറ്റവും കീ പൊസിഷനിൽ എനിക്ക് വരണം. ഞങ്ങളുടെ മുക്കുവനായിട്ട് കഴിഞ്ഞ 3.5 വർഷക്കാലം യേശുവിൻ്റെ പുറകെ നടന്ന് വെയിലും മഴയും മഞ്ഞും കൊണ്ട് വിശപ്പും സഹിച്ച യേശുവിൻ്റെ പിന്നാലെ പോയെങ്കിൽ എനിക്ക് ഈ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഞാൻ യേശു കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഇടത്തും വലത്തും ഇവിടുന്ന് കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ 3.5 വർഷം പുറകെ നടന്നുകൊണ്ട് എന്താ ഗുണം?
നാം പലപ്പോഴും ദൈവത്തെയും ദൈവവചനത്തെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നാം പലപ്പോഴും അതിനെ അളക്കുന്നത് നമ്മൾ ഈ ലൗകികമായി നമ്മൾ എന്ത് നേടി എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നു, നാം ലൗകികമായി എന്ത് നേടി എന്നതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ഒന്നുണ്ട്. അത് നിത്യത എന്ന ആത്മീയമായ ജീവിതത്തിൻ്റെ അനുഭവമാണ്. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു, നീ ലോകത്തിൽ എന്ത് നേടിയാലും നിന്റെ ജീവനെ നേടിയില്ലെങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? ഞാൻ എന്ത് പൊസിഷനിലെത്തിയാലും യേശു കർത്താവ് വാനമേഖലയിൽ വരുമ്പോൾ അവൻ്റെ വലതുഭാഗത്തെ നിലയ്ക്ക് ഞാൻ യോഗ്യനായില്ലെങ്കിൽ ഞാൻ ലോകത്തിൽ ആരായി തീർന്നിട്ടും എനിക്ക് യാതൊരു പ്രയോജനവും. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വലിയ ബോധം, ഈ ലോകത്തിൻ്റെ അനുഭവത്തേക്കാൾ എനിക്ക് വരുവാനുള്ള നിത്യ തേജസ് വലിയത് എന്ന് തിരിച്ചറിയുവാൻ തക്കോണം ഇടയാകണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം. അപ്പോൾ വേദപുസ്തകം നമുക്കൊരു ഉറപ്പും തരുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും, അതോടുകൂടെ വേദപുസ്തകം അങ്ങൊരു വേദപുസ്തകം ബാക്കിയില്ല, ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞേക്കാം. സകലമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടുന്ന ചിന്തിച്ചിട്ടാണ് യേശു കർത്താവോട്ടെന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപേ അതിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ദൈവം ഇതൊക്കെ നിങ്ങൾക്ക്, നീ ഒരിക്കലും ലോകത്തിൽ ഭാരപ്പെടേണ്ടതായിട്ട് വരത്തില്ല. നിനക്ക് വേണ്ട ദൈവം തമ്പുരാൻ തക്ക സമയത്ത് ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ടു ഗോഡ്. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രിഫറൻസ് ദൈവത്തിനായിത്തീരുമ്പോൾ ദൈവം പിന്നെ നോക്കിക്കൊള്ളും. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ വാക്കാണ്. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ ഇന്ന് ഓപ്പറേഷനായിട്ട് പോകുന്ന സമയമാണ്. ഒരു ഞായറാഴ്ച ഞാനൊരു പള്ളിയിൽ പോയതാണ്. പള്ളിയിൽ പോയ സമയത്ത് പിറ്റേന്ന് തിങ്കളാഴ്ച സർജറിയാണ് പപ്പയ്ക്ക്. അപ്പോൾ ഏറെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വീട്ടിൽ അന്ന് ശുശ്രൂഷ കഴിഞ്ഞു, ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാനായി വീട്ടിൽ പോയി. അവിടെയാണ് ഭക്ഷണം, അവിടെ ഞങ്ങൾ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ ആ വീട്ടിലെ അച്ഛൻ അങ്കിൾ എന്നോട് ചോദിച്ചു, സാറെന്താ ഭാരപ്പെട്ടിരിക്കുന്ന? ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാളെ പപ്പയ്ക്ക് ഓപ്പറേഷനാണ്, കാര്യങ്ങൾ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. രണ്ടാമതാണ് ഇതേ സെയിം സർജറി പോകുന്നത്, പല കാര്യങ്ങൾ. അപ്പോൾ ആ മനുഷ്യൻ എന്നൊരു പറഞ്ഞൊരു വാക്കാണ്, എല്ലാം ശരി. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, സാറെന്തിനാ ഭാരപ്പെടുന്നേ? വിളിച്ച ദൈവമാണെങ്കിൽ അവൻ നോക്കിക്കൊള്ളും. വാക്കാണ്, അവൻ വിളിച്ച ദൈവമാണെങ്കിൽ അവൻ നോക്കിക്കൊള്ളും. എന്നെ ജീവിതത്തിൽ എപ്പോഴും ശക്തീകരിക്കുന്ന വാക്കാണ്. ദൈവമാണ് വിളിച്ചതെങ്കിൽ എന്തു വന്നോട്ടെ, അവൻ പിടിച്ചിട്ടുണ്ട്. മേക്ക് ഷുവർ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ പിടിക്കുന്നുണ്ട് എന്ന്. അത് നമ്മുടെ ബോധ്യം, നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ഉറപ്പിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ നല്ലവനായി കൂടിയിരിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ അനുഭവത്തെക്കാൾ നിത്യതയുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകി ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അവൻ നല്ലവനായി എന്നും ജീവിതത്തിൻ്റെ ഒപ്പമുണ്ടാകും. അത്തരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് ദൈവകൃപയിൽ നമുക്കായിത്തീരുവാൻ തക്കോണം ഇടയാകുക. അതുകൊണ്ട് നമുക്ക് അപ്രകാരം ദൈവവചനം പാകെ ആയിത്തീരുവാൻ, ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി 100 മേനി ഫലം പൊടിപ്പിക്കുന്ന തിരുവാൻ തക്കോണം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിക്കാം. വലുതായ ദൈവം തമ്പുരാൻ അതിന് നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇപ്പോൾ ശ്രീമതി സാറാമ്മ വർഗീസ് പ്രാർത്ഥനയ്ക്ക് നേർന്നു.